ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ 18ാമത്തെ വയസ്സിൽ ജീലാനിൽ നിന്ന് ഇൽമ് പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോവുകയാണ്. അപ്പൊ ആ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഉമ്മ പറഞ്ഞല്ലോ, വഹാദാ വജ്ഹുൻ ലാ അറാഹു ഇലാ യൗമിൽ ഖിയാമ, ഇതൊരു മുഖമാണ്, അന്ത്യനാൾ വരെ ഈ മുഖം ഞാൻ കാണുകയില്ല എന്ന് ആ ഉമ്മ പറഞ്ഞു. അങ്ങനെ അത് വല്ലാത്തൊരു വേദനയുടെ വാക്കാണ്. ആ ഉമ്മക്കറിയാം ഇനി കണ്ടുമുട്ടൂല. പക്ഷെ ഉമ്മ ഇൽമ പഠിക്കട്ടെ, മകൻ പഠിച്ചു വലിയ ആലിമാകട്ടെ, വലിയ നിലയിലെത്തട്ടെ എന്ന ചിന്തയിൽ മകനെ ഓതാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. ബഗ്ദാദിലേക്കുള്ള യാത്ര ഒരു ചെറിയ കച്ചവട സംഘത്തോടൊപ്പമാണ്. അതായത് ബഗ്ദാദ്, ജീലാനിൽ നിന്നും ബഗ്ദാദിലേക്ക് പോകുന്ന ഒരു ചെറിയ കച്ചവട സംഘം. അവര് യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ അവർക്ക് ആവശ്യമായ വസ്തുവകകളൊക്കെ ഉണ്ട്. വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, മറ്റും പാഥേയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കഥാപുരുഷനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ ആകെയുള്ളത് 40 ദീനാറാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം. 40 ദീനാർ. ആ ദീനാർ ഉമ്മ മകന്റെ ആ കുപ്പായത്തിന്റെ കക്ഷഭാഗത്ത് ഉൾഭാഗത്ത്, കുപ്പായത്തിന്റെ കക്ഷഭാഗത്ത് ഉൾഭാഗത്ത് ഒരു രഹസ്യ അറയുണ്ടാക്കി അവിടെ തുന്നിപ്പിടിപ്പിച്ച് അതിൽ നിക്ഷേപിച്ചു കൊടുത്തു. ആരുടെ കണ്ണിലും പെടാൻ പാടില്ല. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി ആ സ്നേഹനിധിയായ ഉമ്മ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ടിന്റെ ആ കക്ഷത്തിനു കീഴെ, ആ കക്ഷഭാഗത്ത് ഒരു ചെറിയ അറയുണ്ടാക്കി തുന്നിപ്പിടിപ്പിച്ച് അതിൽ 40 ദീനാർ അതിൽ വെച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് മകനോട് ഉമ്മ നൽകുന്ന വസിയ്യത്ത് എന്താണ്? മോനെ, ഒരിക്കലും കളവ് പറയാൻ പാടില്ല, സത്യം മാത്രം പറയണം. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തല പോയാലും ശരി, സത്യമല്ലാതെ ഉരിയാടരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഉമ്മ യാത്ര അയക്കുകയാണ്. അങ്ങനെ അവര് യാത്ര പുറപ്പെടും. ഹമദാൻ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് സ്വല്പം അങ്ങ് പോയപ്പോ അതാ ഒരു കൊള്ള സംഘം കുതിരപ്പുറത്ത് 60 ആളുകൾ, 60 കുതിരപ്പടയാളികൾ അവർക്ക് മുമ്പിൽ ചാടി വീണു, സംഘത്തെ കവർച്ച ചെയ്തു. അപ്പൊ ഷെയ്ഖ് ജീലാനി കുട്ടിയാണല്ലോ, മഹാനവറുകളുടെ നേരെ ഒരാളും വന്നില്ല, കുട്ടിയുടെ കയ്യിലൊന്നും ഉണ്ടാവൂല എന്ന നിലക്ക് മറ്റുള്ള ആളുകളെയൊക്കെ കൊള്ളയടിച്ച് അവരെയൊക്കെ കയ്യിലുള്ള സംഗതികളൊക്കെ കവർന്നു. ഷെയ്ഖ് ജീലാനി പറയാൻ അപ്പൊ അവരിൽ കൊള്ളക്കാരിൽ ഒരാള് എൻ്റെ അരികിലൂടെ പാസ് ചെയ്തു പോയി. അയാളെന്നോട് തമാശക്കായിരിക്കും ചോദിച്ചു, എന്താ എടാ ഫക്കീറ, എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പൊ ഷെയ്ഖ് ജീലാനി പറഞ്ഞു, 40 ദീനാർ, 40 ദീനാറുണ്ട്. 40 ദീനാർ. അപ്പൊ ചോദിച്ചു, അതെവിടെ? ഐലഹിയ. അപ്പൊ പറഞ്ഞു, അത് എൻ്റെ കക്ഷഭാഗത്ത് രഹസ്യ അറയിൽ തുന്നിപ്പിടിപ്പിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ മനസ്സിലാക്കി നിന്നെ കളിയാക്കുകയുള്ളൂ. അയാളെ ഞാൻ പരിഹസിക്കുക എന്ന് അയാൾ ചിന്തിച്ചത്. കാരണം അങ്ങനത്തെ കരുതുള്ളൂ, ആരും പിന്നീട് കാശിട്ട് കയറിയില്ലല്ലോ. അപ്പൊ അത് അയാളെ പരിഹസിക്കുകയാണ് എന്നാണ് അയാൾ കരുതിയത്. അങ്ങനെ അയാൾ എന്നെ വിട്ടുപോയി, പരിശോധിക്കാനൊന്നും വന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ ഒരാള്, അവരിൽപ്പെട്ട ഒരാൾ ആ വഴിക്കും, അയാളും ആദ്യത്തെ ആൾ ചോദിച്ച പോലെ ചോദിച്ചു, എന്താ നിന്റെ കൈവശമുള്ളത്? അപ്പോഴും അയാളോട് പറഞ്ഞ പോലെ 40 ദീനാറുണ്ട്, എൻ്റെ കക്ഷഭാഗത്ത് ഒരു രഹസ്യ അറയുണ്ടാക്കിയിട്ട് അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണെന്നോ. അയാളും ഈ ചെക്കനെന്താ വെറുതെ ഓരോന്ന് പുള്ളു പറയുകയാണ് എന്ന നിലക്ക് ഫതറക്കനി, എന്നെ ഉപേക്ഷിച്ച് അയാൾ പോണ വഴിക്ക് പോയി. പക്ഷേ ഈ കൊള്ളത്തലവന്റെ സമീപം ചെന്നിട്ട് ഇവർ രണ്ടാൾക്കാരും എല്ലാ കഥകളും വിവരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അവിടെ ഒരു ചെറിയ എങ്ങായി നിൽക്കുന്നുണ്ട് ഒരു കുട്ടി. അവനോട് ചോദിച്ചപ്പോൾ അവന്റെ കയ്യിൽ 40 ദീനാറുണ്ടെന്നും കക്ഷഭാഗത്ത് ഒരു രഹസ്യ അറയിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ കൊള്ളത്തലവൻ പറഞ്ഞു, അലയ ബിഹി, അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കൊള്ളത്തലവന്റെ മുമ്പാകെ ഹാജരാക്കി. ചെന്ന് നോക്കുമ്പോ അവര്
ഈ കച്ചവട സംഘത്തിൽ നിന്നും കൊള്ളയടിച്ച സമ്പത്തുണ്ടല്ലോ, അതൊരു ഉയർന്ന സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, വീതിക്കുന്നത്. അയാൾക്ക് ഇത്ര, ഇയാൾക്ക് ഇത്ര, ഇങ്ങനെ ഓഹരി ചെയ്യാണ്. അപ്പൊ ആ തലവനോട് ചോദിച്ചു, മാ മഴക്ക, നിന്നോടൊപ്പം എന്തുകൊണ്ട്, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, 40 ദീനാറിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. അപ്പൊ അയാൾ ചോദിച്ചു, അത് എവിടെ? അത് എന്റെ കക്ഷത്തിന് കീഴെ ഒരു രഹസ്യ അറയിൽ തുന്നിപ്പിടിപ്പിച്ച് അവിടെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കണം. അപ്പോൾ കൊള്ളത്തലവൻ എന്റെ ആ ഭാഗം ഒന്ന് സെർച്ച് ചെയ്യാൻ, പരിശോധിക്കാൻ വേണ്ടി കൽപ്പിച്ചു. നോക്കുമ്പോ അവിടെ 40 ദീനാറുണ്ട്. അപ്പൊ അയാളാകെ വാപ്പൊളിച്ചു. അയാളോട് ചോദിച്ചു, മാ ഹമലക അലാ ഹാദൽ ഇഅ്തിറാഫ്, ഇത് തുറന്നു സമ്മതിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഇത് ഇങ്ങനെ ഒരു ഘട്ടാണല്ലോ, കളവ് എന്തായാലും പറയാലോ, മതമനുസരിച്ച് തന്നെ കളവ് പറയേണ്ട ഘട്ടാണ് നിയമമനുസരിച്ച്. പക്ഷെ ഇത്രയും ഒരു നിവർത്തിഘട്ട ഘട്ടത്തിലും ഈ സത്യം പറയാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താ? അപ്പൊ ശൈഖ് അവർകൾ പറഞ്ഞു, ഇന്ന ഉമ്മി ഉമ്മ എന്നോട്, എന്റെ ഉമ്മ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, മോനെ ഒരിക്കലും കളവ് പറയരുത്, ഞാൻ എന്റെ ഉമ്മയുടെ കരാറ് ലംഘിക്കുകയില്ല, ഉമ്മയുടെ ആ കരാറിനോട് വഞ്ചന കാട്ടുകയില്ല. അതാണ് മാലയിൽ കളവ് പറയല്ലെന്നുമ്മ ചൊന്നാനെ കള്ളന്റെ കയ്യില് പൊന്നെ കൊടുത്തോ എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോ കൊള്ളത്തലവൻ കരഞ്ഞു. കൊള്ളത്തലവൻ കരഞ്ഞു. അയാൾ പറയാണ്, അൻതലം തഖുൻ അഹദ ഉമ്മിക വഇന്നി ഇലൽ യൗമി കദാ വകദാ സനഅഖൂലു അഹദ റബ്ബി. ഇത്രയും ചെറുപ്രായത്തിലുള്ള നീ നിന്റെ ഉമ്മാന്റെ ആ കരാറ് പൊളിക്കാൻ തയ്യാറല്ല. എത്രയോ വർഷങ്ങളായി ഞാൻ എന്റെ റബ്ബിന്റെ കരാറ് പൊളിച്ച് ഈ തമ്പാടിത്തരം ചെയ്ത് ജീവിക്കുന്നു. അയാൾക്കൊക്കെ ബോധതയുണ്ടാകുകയാണ്. അങ്ങനെ അയാള് വളരെ പശ്ചാത്താപ വിവശനായി എന്റെ കൈക്ക് അയാൾ തൊഴിൽ ചെയ്തു, ഇനി ഞാൻ ഇതൊന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് അയാൾ വളരെ ഖേദിച്ച് തോപ ചെയ്തു. അപ്പൊ അയാളെ ശിങ്കിടികളായ മറ്റു കൊള്ളക്കാരുണ്ടല്ലോ, അവര് പറഞ്ഞു, അൻത മുഖദ്ദുനാഫിയത്ത്, ഇത്രയും കാലം കൊള്ളയടിക്ക് തലവനായി നിങ്ങളാ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത്, ഇപ്പൊ ഈ സമയം മുതൽ തൗബയിലും ഞങ്ങളെ തലവൻ നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ 60 ആളുകളും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് തൗബ ചെയ്യുകയും അങ്ങനെ അവരെന്ത് ചെയ്തു, ആ സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത ആ വസ്തുവകളൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഷെയ്ഖ് അവർകൾ പറയാണ്, ഇവരാണ് ആദ്യമായിട്ട് എന്റെ കൈക്ക് തൗബ ചെയ്തു. കണ്ടോ, ഈ ഒരു പരീക്ഷണം അതൊരു വലിയ ദഴവത്തായി മാറണ്ടായത്. ഷെയ്ഖ് ജീലാനിക്ക് 18ാമത്തെ വയസ്സിൽ റബ്ബ് കൊടുത്തൊരു പരീക്ഷണം അനേകങ്ങളെ ഇസ്ലാമിലേക്ക് നീതിയുടെ, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ, നന്മയുടെ വഴിയിലേക്ക് വഴി നടത്താൻ പ്രേരകമായി പ്രബോധനമായി തീർന്ന പരീക്ഷണം എന്നാണ് അതിന് ബാബു സദിഹണ്ടിക്കനെ കൊടുത്തത്. കണ്ടോ, ഇതെന്തുകൊണ്ടാണ്? തീർച്ചയായും കളവ് പറയാമായിരുന്നു. കളവ് പറയേണ്ട ഘട്ടമാണത്. കളവ് പറയേണ്ട ഘട്ടാണ്. ശറഅ് കളവ് പറയാൻ അനുവദിച്ച ഘട്ടാണ്. പക്ഷെ എന്നിട്ടും ശൈഖ് അവர்கள் കളവ് പറഞ്ഞില്ല. അപ്പൊ എന്തായി? ആ സത്യസന്ധത എത്രയോ ആളുകളുടെ സ്വരാട്ടിന് വഴിയായി. അതാണ് ജീവിതം പ്രബോധനാകുക എന്ന് പറഞ്ഞാൽ. വഴങ്ങും പറയാൻ സുഖം. വഴങ്ങു പറയാൻ എന്ത് എളുപ്പമാണ്, സ്വീകരിക്കാനാണ് പ്രയാസം. അപ്പൊ ജീവിതം പ്രബോധനമാവണം. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ള ആളുകൾ നന്നാവാനുള്ള വഴി ഉണ്ടാവണം. നമ്മളെ കണ്ട് നേരകം വിചാരിച്ചു കൂടി വടക്കാണ് അവസ്ഥ അല്ല ഉണ്ടാവേണ്ടത്. ഇമാമിങ്ങളെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് അവരുടെ ആ സ്വഭാവം, നബിതങ്ങളുടെ സ്വഭാവം കണ്ടില്ലേ നിങ്ങൾ? വിഷത്തിലൂട്ടിയ കഠാരയുമായി തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി വന്ന ആളുകളൊക്കെ തങ്ങൾ ആ സ്വഭാവങ്ങളെ കാണുമ്പോൾ മാറുകയാണ്, ഇസ്ലാം സ്വീകരിക്കണം. ഇത് അവർ പറയുന്നത് എന്താണ്? ഈ നിമിഷം വരെ ഈ ദുനിയാവിൽ ഏറ്റവും വെറുപ്പുള്ള മുഖമായിരുന്നു ഇത്. ഇന്നേരം മുതൽ ഈ ലോകത്ത് ഏറ്റവും സന്തോഷം നൽകുന്ന മുഖമാണിത്. അതാണ് ജീവിതം പ്രബോധനമാകണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പ്രബോധനമാണ്. മഹാനവറുകളുടെ എല്ലാം സത്യത്തിന്റെ മേലെ കെട്ടിപ്പടുത്തതാണ്. നബിതങ്ങൾ പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ വലൗ കാന മുറാ, നീ സത്യം പറയുക, അത് എത്ര കൈപ്പുള്ളതാണെങ്കിലും ശരി.
ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് ബിൻ ഖായിദുൽ അവാനി എന്നവർ ചോദിച്ചില്ലേ, എന്ത് അലാമ ബനൈത അംറക, നിങ്ങളെ ഈ കാര്യത്തെ നിങ്ങൾ എന്തിന്റെ മേലാണ് കെട്ടിപ്പടുത്തത്? ഒരു സുഭദ്രമായ അടിത്തറയുണ്ട്, ആ അടിത്തറ എന്താണ്? ആ ഫൗണ്ടേഷൻ എന്താ? മഹാനവർകളെ മറുപടി സത്യസന്ധതയ്ക്ക് മേലിലാണ് ഞാൻ എൻ്റെ അടിത്തറ കെട്ടിപ്പടുത്തത്. മാ കദിബ്തു ഖത്തു, ഞാൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ഈ പാഠശാലയിലാകുന്ന സമയത്ത് ചെറുപ്പത്തിലും കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ കണ്ടോ, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം, അത് ആ ജീവിതം പ്രബോധനമായി മാറി. ഇങ്ങനെയാണ് ഔലിയാക്കൾ, അവരുടെ ജീവിതമാണ് പ്രബോധനം. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മനാഖിബ് ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ ബറക്കത്തോടെ നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി വലിയ സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.